പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസം അതിന്റെ എല്ലാ ഐശ്വര്യത്തോടെയും പ്രൗഢിയോടെയും നമ്മിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും. അതുകൊണ്ട് തന്നെ ആ മാസത്തെ സ്വീകരിക്കാനും ആ മാസം കൊണ്ട് നേടിയെടുക്കാനുള്ള വിശുദ്ധി കൈവരിക്കാനും എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരും പള്ളികളും വീടുകളും എല്ലാം. ഇത്തരത്തിലുള്ള ഇബാദത്തുകളെല്ലാം എന്തിന് എന്ന ചോദ്യത്തിന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ കൊടുക്കുന്ന മറുപടി മനുഷ്യന്റെ ആത്മീയപരമായും വിശ്വാസ കർമ്മപരമായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകണം ഇസ്ലാമിലെ ഏതൊരു ഇബാദത്തും. ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരു ഇബാദത്ത് കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്ത് അവന് ഗുണം ചെയ്യില്ല, ആഖിറത്തിൽ അവന് ഗുണമുണ്ടാക്കുകയില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചതും, സഹാബാക്കളെ, നിങ്ങളുടെ വീടിന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ 5 നേരം അതിൽ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല മാലിന്യങ്ങളും ഉണ്ടാകുമോ? അവരൊന്നടങ്കം പറഞ്ഞു, ഇല്ല നബിയെ, ഞങ്ങൾ ശുദ്ധരായിരിക്കും. എങ്കിൽ ഇതുപോലെയാണ് 5 വക്ത് നമസ്കാരം. 5 വക്ത് നമസ്കരിച്ചിറങ്ങുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലോ അവന്റെ സ്വഭാവത്തിലോ ഒരിക്കലും ഒരു കറയാക്കപ്പെടുന്ന രീതിയിൽ ഒരു മലിനമായ സ്വഭാവമോ മലിനമായ രീതിയോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമസ്കരിച്ചിറങ്ങുന്ന നമ്മളുടെ ഹൃദയത്തിൽ നിന്നും ആ കറ നീങ്ങുന്നില്ലെങ്കിൽ, അലോക്യങ്ങളും പിണക്കങ്ങളും തോന്നിവാസങ്ങളും നമ്മളെ മനസ്സ് വിട്ടു പോകുന്നില്ലെങ്കിൽ, അതിന്റെ അർത്ഥം ആ നമസ്കാരം റബ്ബ് തീരുമാനിച്ച രീതിയിൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ്. പരിശുദ്ധ റമദാൻ മാസത്തെക്കുറിച്ചും അള്ളാഹു പരിചയപ്പെടുത്തിയപ്പോ ആവർത്തിച്ച് റബ്ബ് പറഞ്ഞൊരു വാക്കുണ്ട്, മൻ സ്വാമ റമദാന ഈമാനൻ. നിങ്ങൾക്ക് ഈമാനോട് കൂടി റമദാനിനെ സ്വീകരിക്കാൻ പറ്റണം. റമദാനിന്റെ മുന്നൊരുക്കം, റമദാനിനെ സ്വീകരിക്കുക എന്നത് കേവലം യാന്ത്രികമായി വരുന്നു പോകുന്നു എന്ന അർത്ഥത്തിലല്ല റമദാനിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇന്ന് ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ നോമ്പായി ഇനിയിപ്പോ പകലൊക്കെ കുറെ പട്ടിണി കിടക്കേണ്ടി വരും, രാത്രിയൊക്കെ റോഡുമ്മൽ സജീവുണ്ടാകും, പള്ളികളൊക്കെ ഭയങ്കര ക്ലാസ്സായിരിക്കും, ഇങ്ങനെ വല്ലാത്തൊരു ക്ഷീണം, പ്രത്യേകിച്ച് ചൂടും എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിലും ആ റമദാനിനെ സ്വീകരിക്കാൻ, ആ റമദാൻ കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് എന്താ ഉള്ളത് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതിനെപ്പറ്റിയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും, വസാരിഊ, നിങ്ങൾ മത്സരിക്കണം. എന്തിനു വേണ്ടി നിങ്ങൾ മത്സരിക്കണം? ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ അരികിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ട പാപമോചനം ഈ മാസം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കണം. കഴിഞ്ഞ 11 മാസമായി ചെയ്തു കൂട്ടിയ നിരവധി പാപങ്ങൾ, ഒരാൾക്ക് പോലും സ്വയം ഞാനൊരു പാപിയല്ല എന്ന് പറയാൻ പറ്റുന്നവർ നമ്മളെ കൂട്ടത്തിലില്ല. എല്ലാവർക്കും തെറ്റുപറ്റും, പാപം പറ്റും. ആ പാപങ്ങളെല്ലാം റബ്ബിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാനും പാപമോചനം നേടാനും നിങ്ങൾ മത്സരിക്കണം. വജന്നത്തിൻ അർളുഹസ് സമാവാത്തു വൽ അർള്, അതോടൊപ്പം ആകാശഭൂമികളെക്കാൾ വിശാലമായ റബ്ബിന്റെ സ്വർഗം. ഈ 2 ലക്ഷ്യമാണ് റമദാനിൽ കൊണ്ട് നമുക്കുണ്ടാകേണ്ടത്. റബ്ബിന്റെ സ്വർഗം നേടണം, റബ്ബിന്റെ പാപമോചനം നേടണം. ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, കാരണം ആ പടച്ച റബ്ബിന്റെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളതും പാപങ്ങൾ റബ്ബ് പൊറുക്കാമെന്ന് സമ്മതിച്ചതും കേവലം യാന്ത്രികമായി മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇബാദത്തുകൾ ചെയ്യുന്നവർക്കല്ല. സുബ്ഹിന്റെ മുൻപേ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പിന്നീട് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നോമ്പ് തുറന്ന് അങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നവർക്കല്ല അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. മറിച്ച് ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് റബ്ബ് നൽകുക.
ആരാണ് മുത്തഖീങ്ങൾ? ഇന്ന് കേവലം തഖ്വ ജനങ്ങളെ കാണിക്കാനുള്ള ഒരു അടയാളം മാത്രമാണ്. ആളിന്റെ രൂപവും കോലവും ആ നാട്ടിലുള്ള പ്രകടന പരതയും ഒക്കെ കണ്ടിട്ട് നാട്ടുകാർ പറയും വലിയ മുത്തഖിയാണ്. കാരണം ഒന്നാമത്തെ സഫിലുണ്ട്, വലിയ ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന ആളാ. കാരണം നല്ല ഇസ്ലാമിന്റെ ചിഹ്നങ്ങളുണ്ട്. ഇതാണോ തഖ്വ? കാരണം ഒന്നാമത്തെ സഫിലുണ്ടായിട്ടും കുടുംബത്തിലുള്ള ബന്ധം കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ ശരീരത്തിലുണ്ടായിട്ടും എല്ലാ വക്തിനും പള്ളിയിൽ ജമാഅത്തിന് വന്നിട്ടും അതിന്റെ ജീവിതത്തിലേക്ക് മനസ്സുകളെയും സ്വഭാവങ്ങളെയും തിരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു പറയുന്നു അവര് മുത്തഖീങ്ങളല്ല. അത്തഖ്വ ഹഉന, തഖ്വ നെഞ്ചിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് നൽകുന്ന സ്വർഗത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്കുണ്ടാകേണ്ട യോഗ്യതയെ പറ്റി തൊട്ടടുത്ത വാക്കിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തുൽ ആൽ ഇംറാൻ അതിലെ 133-ാമത്തെ വചനം മുതൽ 136-ാമത്തെ വചനം വരെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് കാരണക്കാരാകുന്നവരുടെ ലക്ഷണത്തെ പറ്റി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, അവരാരായിരിക്കും? അവർ ചെലവഴിക്കുന്നവരായിരിക്കും. ഫിസ്സറാഇ, അവരുടെ സന്തോഷാവസ്ഥയിൽ, വദ്ദറാഇ, അവർക്കുള്ള വിഷമാവസ്ഥയിൽ. ഇന്ന് ചില വ്യക്തികളുണ്ട്, എവിടുന്നെങ്കിലൊക്കെ കുറെ പൈസ ഉണ്ടാക്കിയ കൊടുക്കാൻ വലിയ താല്പര്യമായിരിക്കും. ഒരുപക്ഷെ അവന്റെ ദുരുദ്ദേശം കൂടിയാവാം. അങ്ങനെയൊക്കെ സമ്പാദിച്ചത് ഇങ്ങനെയൊക്കെ കുറച്ചു കൊടുത്ത ആ കുറ്റൊക്കെ എനിക്ക് കുറഞ്ഞു കിട്ടും എന്നൊരു ധാരണ ഇല്ല. സമ്പാദിച്ച സമ്പത്തുകളിൽ ഹക്കല്ലെങ്കിൽ അത് നിങ്ങൾ എന്തൊക്കെ ഇബാദത്തുകൾക്ക് വേണ്ടി ഉപയോഗിച്ചാലും, എന്തിന് ഒരാളെ പറ്റിച്ചും ഒരാളെ വഞ്ചിച്ചും നേടിയ സ്വത്തുകൊണ്ട് നിങ്ങളൊരു നോമ്പുറ നടത്തിയാലും അത് അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല. അതുകൊണ്ട് ആ റബ്ബ് പഠിപ്പിച്ചതും നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിന്ന് മിച്ചം പിടിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഉണ്ടാകാൻ വേണ്ടി കാത്തു നിൽക്കരുത്. പൈസ ഉണ്ടാവട്ടെ, കോടികൾ ഉണ്ടാവട്ടെ, ഇതൊക്കെ കൊടുക്കേണ്ടത് ഇന്ന പൈസക്കാരാ, ഓർക്കൊക്കെ എത്ര വരുമാന, എത്ര ബിസിനസ്സാ, എന്തൊക്കെ ജോലിയാ എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം 1 രൂപയെ അള്ളാഹു തന്നിട്ടുള്ളൂ എങ്കിൽ ആ 1 രൂപയിൽ നിന്ന് നിങ്ങൾ മിച്ചം പിടിച്ച് നിങ്ങളുടെ സ്വർഗത്തെ നിങ്ങൾക്ക് നേടാൻ പറ്റണം. കാരണം ധനാഢ്യൻ കോടികൾ കൊടുത്ത് സ്വർഗം വാങ്ങുമ്പോ 10 ഉറുപ്പ്യയുള്ളവൻ 1 ഉറുപ്പ്യ കൊടുത്ത് സ്വർഗം വാങ്ങണം. അതുകൊണ്ട് റബ്ബ് പഠിപ്പിച്ചതും അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, ഇനി വിഷമാവസ്ഥയിലാണോ ആ സമയത്ത് കൊടുക്കുന്നതാണ് ഏറെ പുണ്യം. അവന് തന്നെ ഏറെ ആഗ്രഹമുണ്ട്, കയ്യിലൊന്നുമില്ല എന്ന് അറിയാം, എന്നാലും കൊടുക്കാനുള്ള ഒരു മനസ്സ്, അതൊരു ഈമാനാ. ചിലർക്ക് കിട്ടാൻ മാത്രമേ ആഗ്രഹം ഉണ്ടാകൂ. നോമ്പിന്റെ അന്ന് തുടങ്ങും, കിട്ടിയില്ല, ഈ മാസത്തെ കിട്ടിയില്ല, ഇന്ന് കിട്ടിയില്ല. കിട്ടാൻ മാത്രം പഠിച്ചവരുണ്ടാകും, കുടുംബത്തിലുണ്ടാകും, സമൂഹത്തിലുണ്ടാകും. അത്തരക്കാർക്കല്ല. അഭിമാന ബോധത്തോടെ ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവരോട് അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്നും, നിങ്ങൾക്ക് ഏറെ ആഗ്രഹത്തോടെ നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്നും നിങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. അല്ലദീന യുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. റബ്ബ് പറയുന്ന ഒരു വാക്കാണത്. നിങ്ങൾക്ക് ആ ഭക്ഷണത്തോട് ഏറെ ആഗ്രഹമുണ്ട്, എന്നാലും ആ ഭക്ഷണത്തിൽ നിന്നും അല്പം സാധുവിനെ നിങ്ങൾ നീക്കി വെക്കും. ഒരു കാരക്ക കിട്ടുന്ന സ്വഹാബത്ത് 8 കഷണങ്ങളാക്കി 1 കഷണം മാത്രം എടുത്ത് ബാക്കി 7 കഷണങ്ങളും കൊടുക്കാനുള്ള കാരണം ഈ ആയത്തിന്റെ നിർവചനമാ. ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. രണ്ടാമത്തെ യോഗ്യത വൽ ഖാലിമീനൽ ഗൈള, അവർ കോപം നിയന്ത്രിക്കുന്നവരായിരിക്കും.